أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله ربي الله حسبي الله توكلت على الله اعتصمت بالله فوضت أمري إلى الله ما شاء الله لا قوة إلا بالله. بشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وشد من صغب أحشاءه وطوى تحت الحجارة كشحا مترف الآدم. صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യനായ മഹല്ല് പ്രസിഡന്റ്, മദ്രസ പ്രസിഡന്റ്, നമ്മുടെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ, കൺവീനർ, മറ്റ് ബഹുമാന്യരായ കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹു അവന് പൊരുത്തമുള്ള മജാലിസിൽ ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തട്ടെ. എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ ഈ മജ്ലിസിൽ നിന്ന് പിരിയാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അബ്ബേ, അള്ളാഹുവേ, ഈ കൂട്ടത്തിലാർക്കെങ്കിലും എന്തെങ്കിലും ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ നിന്റെ സാബിക്കായ ഖളായിൽ നീ കണക്കാക്കിയെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ തീരുമാനമൊന്ന് മാറ്റണേ അല്ലാ. രോഗങ്ങൾ ബാധിച്ച് അപകടങ്ങളിൽപ്പെട്ട് എല്ലാത്തിനും മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചൊരു മൂലയിൽ കിടക്കേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളെ നാട്ടിൽ, കുടുംബത്തിൽ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ഖൈറായ തീരുമാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശാരീരികമായ, മാനസികമായ, പൈശാചികമായ, സിഹ്ർ സംബന്ധിയായ ഏത് തരത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ഇതാ ഈ മുഅ്മിനീങ്ങൾ നിന്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടി നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തി തേടുന്നു അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണമേ അല്ലാ. എല്ലാ റാഹത്തും ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ തമ്പുരാനെ.
അല്ലാഹുവേ, പലരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പലതാണ്. കുടുംബപരമായ പ്രയാസങ്ങളുള്ളവരുണ്ടാകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാകും, മറ്റു പല ആശങ്കകളുടെ മുൾമുനയിൽ കഴിയുന്നവരുണ്ടാകും. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, എല്ലാവിധ പ്രയാസങ്ങളും നീ പരിഹരിക്കണമേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള മജാലിസിൽ ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അല്ലാഹുവേ, അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിലേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടുന്നവർ, ദുനിയാവിലും ആഖിറത്തിലും നിൻ്റെ റഹ്മത്തിൻ്റെ കവാടം അവരിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. അവരെയൊക്കെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഇന്നീ മജ്ലിസിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ റബ്ബേ, നിനക്കറിയുമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ റാഹത്ത് നീ നൽകണമേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ സഹായത്താൽ അവൻ്റെ ഈ സൽക്കാരത്തിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ അവൻ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. ഇതുകൊണ്ടൊക്കെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ റാഹത്തും നമുക്കൊക്കെയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ആമീനെങ്കിലും അള്ളാഹു സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ, ഈ സംഗമം നമുക്ക് തീർച്ചയായും വലിയ മുതൽക്കൂട്ടാകും. നീറുന്ന വേദനിക്കുന്ന മനസ്സുമായി ഇങ്ങനെയുള്ള മജ്ലിസിലൊക്കെ പലരും പലപ്പോഴും സംഗമിക്കാറുണ്ട്. അവരുടെ വലിയ ഒരു പ്രതീക്ഷ എന്തെന്ന് ചോദിച്ചാൽ, അല്ലാഹുവുമായി പലതരത്തിലുള്ള ബന്ധത്തിലുള്ള ആളുകളല്ലേ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഈ മുഅ്മിനീങ്ങളുടെ ആമീൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, എൻ്റെ പ്രയാസത്തിന്, പ്രതിസന്ധിക്ക്, ബുദ്ധിമുട്ടിനൊരു പരിഹാരമായെങ്കിൽ എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ സംഗമിക്കുന്നവർ അല്ലാഹു എല്ലാ അർത്ഥത്തിലും ഇജാബത്തുള്ള മജാലിസിൽ ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തട്ടെ. ഓരോ പ്രാർത്ഥനയ്ക്കും മനസ്സറിഞ്ഞു തന്നെ നമ്മൾ ആമീൻ പറയണം. എന്തുകൊണ്ട്? ഓരോ മുഅ്മിനിനും ഓരോ ദിവസത്തിലും ഒരു ദുആക്ക് ഇജാബത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനീ പറയുന്ന കാര്യം ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തേ ഇപ്പോൾ പറഞ്ഞത്? ഇന്ന ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫീ കുല്ലി യൗം. സഹോദരാ, സഹോദരി, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, മുഅ്മിനായ ഓരോ അടിമക്കുമുണ്ട് ദഅവത്തുൻ മുസ്തജാബത്തുൻ, ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഫീ കുല്ലി യൗം, എല്ലാ ദിവസത്തിലും നമ്മളിൽ ഓരോരുത്തർക്കും ഒരു സമയം, അതേതാന്ന് നമുക്കറിയില്ല. ആ സമയത്താണ് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തതെങ്കിൽ ഇജാബത്തുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരുടെയും സമയം പലതായിരിക്കും.
അപ്പം അങ്ങനെ കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ അമീൻ, അല്ലാഹുവേ ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന, അള്ളാഹിനോട് ദുആ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിൽ പലരുടെയും ആമീൻ ഈ ഇജാബത്തിൻ്റെ സമയത്തോട് യോജിച്ചു വരാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മജ്ലിസിലുള്ള ആമീനൊക്കെ വലിയ പരിഗണന കിട്ടുന്നത്. വലിയ അത്ഭുതങ്ങൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇന്ന് വേങ്ങരയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു ടീം വന്നു. അവർ കഴിഞ്ഞ ചൊവ്വാഴ്ച അല്ല, അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച അവിടെ മജ്ലിസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു കുട്ടിയുടെ കാര്യത്തിൽ ദുആ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് കുറച്ച് വലിയ പ്രശ്നമാണ്. അങ്ങനെ അവർ പിറ്റേന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ്, ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെ വലിയ പ്രശ്നം, പ്രതിസന്ധി പറഞ്ഞൊരു സംഗതിയാണ്. അൽഹംദുലില്ലാ പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഡോക്ടർമാരെന്നെ അത്ഭുതപ്പെടുന്നൊരു സംഗതിയാണ് ഉസ്താദേ. അപ്പോൾ ആ മജ്ലിസിൽ ദുആ ചെയ്തതിൻ്റെ ഒരു ഫലം കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ സന്തോഷം പറയാൻ വേണ്ടി കുട്ടിനെയായിട്ട് വന്നതാണ് എന്നൊരു സന്തോഷം പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, മജ്ലിസിലുള്ള ആമീൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അള്ളാഹു ആ നിലയിലൊക്കെ എല്ലാ ഖൈറും നമ്മിലേക്ക് തുറന്നു കിട്ടാൻ ഈ മജ്ലിസും ഈ ആമീനുമൊക്കെ ഒരു കാരണമാക്കി തരട്ടെ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അർഹരാകുന്ന ഇബാദിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ. അങ്ങനെ ചില ഇബാദിനെ അള്ളാഹു പരിചയപ്പെടുത്തിയില്ലേ? ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഖൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. സൂറത്തുൽ ഫുർഖാനിലൂടെ ജല്ല ജലാലായ റബ്ബ് പറയുകയാണ്, വഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമ. വഇബാദുള്ള അങ്ങനെയല്ല പറഞ്ഞത്, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ. അതായത് ആ റഹ്മത്തിന് അർഹരാകുന്ന അടിമകൾ. അല്ലാഹുവേ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇലാഹായ റബ്ബിൻ്റെ റഹ്മത്തിന് അർഹരായ അടിമകൾ. അവരുടെ വിശേഷണങ്ങൾ ഓരോന്നോരോന്ന് പറയുകയാണ്. ആ കൂട്ടത്തിലാദ്യമായി പറഞ്ഞത് ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്. ഒരഹങ്കാരം അവർക്കുണ്ടാവില്ല, ഒരു ഈഗോ അവരെ നയിക്കൂല. ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നതാണല്ലോ, എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, എന്നെ പരിഗണിച്ചില്ല, എൻ്റെ പേരല്ല ആദ്യമുള്ളത്, എൻ്റെ പേരയിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യർ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിൻ്റെ യഥാർത്ഥ റഹ്മത്തിന് അർഹരായ അടിമകൾ. അവർ ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുന്നവരാണ്. അഹങ്കാരം അവരെ തൊട്ടു തീണ്ടുക പോലുമില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് വലിയ ആള്, എന്നെയാണ് പരിഗണിക്കേണ്ടത്, എന്നെ പരിഗണിക്കാതിരിക്കാൻ പറ്റൂല, ഞാൻ എന്ന ഭാവം മറ്റുള്ളവരൊക്കെ നിസാരായിട്ട് തോന്നുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ തോന്നലേ ഒരണുമണിത്തൂക്കം ഒരാളുടെ ഹൃദയത്തിലുണ്ടായാൽ സ്വർഗത്തിലേക്ക് അയാൾ കയറൂല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അഹങ്കാരത്തിൻ്റെ അണുമണിത്തൂക്കം ഒരാളുടെ ഹൃദയത്തിലുണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. എങ്ങനെ പറഞ്ഞത്? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കേയില്ല. മൻ, ഒരുത്തൻ, ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലുണ്ടായി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ, കിബ്റിൻ്റെ ഒരു മിസ്കാലു ദർറത്ത്. ഈ മിസ്കാലു ദർറത്ത് എത്രയെന്നറിയോ? അതിന് ഇബ്നു അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹുമ
പറഞ്ഞു തന്നത് എങ്ങനെയെന്നറിയോ? ഇപ്പം നല്ല നട്ടുച്ച നേരാന്ന് വിചാരിക്ക്. മനസ്സിലാവണില്ലേ? നിങ്ങളോട് തന്നെ മനസ്സിലാവണില്ല, സ്പീഡ് കൂടിയോ? ഇപ്പോൾ ഉച്ച നേരാന്ന് സങ്കല്പിക്ക്. ഇവിടെ നേരെ ഒരു ഓട്ടുണ്ട്, ഒരു ദ്വാരം. ഇത് സീറ്റല്ലേ? സീറ്റിനൊരു പൊട്ടുണ്ട്, ഒരു ഓട്ടുണ്ട്. അവിടുന്ന് സീലിങ്ങിനൊരു ഓട്ടുണ്ട്. വെയിലിങ്ങനെ ഉള്ളിലേക്ക് വരൂലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയകാലത്ത് ഓടിട്ട വീടും ഈ ഓലൻ്റെ വീടൊക്കെ ആകുമ്പോൾ ശരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെയിലിങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിലൂടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്ന കണ്ടിട്ടില്ലേ? കാണൂലേ? അതിൽ ഒന്ന് എത്ര ഉണ്ടാവും പറയാൻ കഴിയോ? അതെത്രയെന്ന് പറയാൻ കഴിയോ? അതാണ് മിസ്കാൽ ദറത്ത്. ഈ ഷംസിൻ്റെ ഷുആയിൽ, ഈ വെയിലിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന പാറിപ്പറക്കുന്ന ഒരു ധൂളി, അതെത്രയെന്ന് പറയാൻ കഴിയൂല. അത്രത്തോളമാണെങ്കിലും അത് കിബറാണെങ്കിൽ, ഒരാളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കിബറിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ, അഹങ്കാരം വരുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. സഹോദരാ സഹോദരി, ശ്രദ്ധിക്കണം. ഇന്നല്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. എന്താണ് ഖുർആൻ പറഞ്ഞത്? വതിൽക ദാറുൽ ആഖിറ, ആ പരലോകവും അവിടെയുള്ള സന്തോഷങ്ങളും. وتلك الدار الآخرة نجعلها, അതിനെ നാം ആക്കുന്നത്, അതിനെ നാം നൽകുന്നത്, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ വെൽപ്പത്തരം നടിക്കാത്തവർക്കാണ്. ഞാനാണ് എല്ലാമെന്ന് ചിന്തിക്കാത്ത ആളുകൾക്കാണ്. ഒരു ഫസാദിനും പോകാത്ത ആളുകളില്ലേ, മേൽമ നടിക്കാത്ത ആളുകളില്ലേ, അവർക്കാണ് പരലോകത്തെ സൗഭാഗ്യം നാം കണക്കാക്കിയതെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പം അതൊരു വലിയ വിഷയമാണ്. ഇനി ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇബാദത്തിൻ്റെ ഒരു ലദ്ദത്തും അനുഭവിക്കാൻ അയാൾക്ക് കഴിയൂല. അയാൾ നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷേ നിസ്കാരത്തിൻ്റെ ഒരു ആനന്ദം, അതിൻ്റെ ഒരു നിർവൃതി, അതിൻ്റെ ഒരു ഹലാവ, അതിൻ്റെ ഒരു മാധുര്യം അനുഭവിക്കാൻ അവർക്ക് കഴിയൂല. കിബറുള്ള മനുഷ്യന്മാർ ഖുർആനിന് എപ്പോഴെങ്കിലും അവർ ഓതുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സന്തോഷവും മധുരവും അനുഭവിക്കാൻ അവർക്ക് കഴിയൂല. സഹാബികളിൽ തന്നെ ചിലർ ഇസ്ലാമിലേക്ക് വന്ന ആദ്യ കാലഘട്ടത്തിൽ ആ പഴയ സ്വഭാവം കുറച്ചൊക്കെ അവരിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവരിൽ കുറച്ചാളുകൾ റസൂലുള്ളാഹിയെ വിളിച്ചുകൂട്ടി. ഹബീബായ നബി തങ്ങൾ അവരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സ്വഹാബ മാലീല അറാക്കും ഹലാവത്തൽ ഇബാദ, എന്താ നിങ്ങളിങ്ങനെ ഇബാദത്ത് ചെയ്യുന്നുവെന്നല്ലാതെ ഇബാദത്തിൻ്റെ ഒരു ഹലാവ, അതിൻ്റെ ഒരു മധുരവും നിങ്ങളിൽ കാണുന്നില്ലല്ലോ. അല്ല, നിങ്ങളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ദിക്റിലും ബൈലും നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ മാലി ലാ അറാക്കും ഹലാവത്തുൽ ഇബാദ, എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇബാദത്തിൻ്റെ ഹലാവ. എന്താ ഹലാവ? ഹൽവ എന്ന് പറഞ്ഞാൽ എന്താ? അലുവ അറിയില്ലേ? മധുരക്കട്ടി. എന്താ പറഞ്ഞിട്ടൊരു സന്തോഷമില്ലാത്ത? ഷുഗർ ഉണ്ടോ? സ്ട്രോങ് ഷുഗറാണോ? മധുരക്കട്ടി, ഹൽവ, ഹലാവ, മാധുര്യം. എന്തു പറ്റി നിങ്ങൾക്ക് ഇബാദത്തിൻ്റെ ഹലാവ, അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ? ഖാലൂ വമാ ഹലാവത്തുൽ ഇബാദത്തി യാ റസൂലല്ലാഹ്. സഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയേ, ഇബാദത്തിൻ്റെ ഹലാവയോ, ഇബാദത്തിൻ്റെ മാധുര്യമോ, എന്താണ് ഇബാദത്തിൻ്റെ മധുരം? ഖാല അത്തവാളു
വഹുവ ഹലാവത്തുൽ ഇബാദ, അത് വിനയാനിതരാവലാണ്, ഹൃദയത്തിൽ അണുമണിത്തൂക്കം കിബറില്ലാതിരിക്കലാണ്. ആ തവാളു നിങ്ങളിലുണ്ടായാൽ നിങ്ങൾക്ക് ഇബാദത്തിൻ്റെ ഹലാവ അഥവാ അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നിലയ്ക്ക് നമ്മൾ ഹൃദയത്തെ ശുദ്ധിയാക്കി തരട്ടെ. അഹങ്കാരത്തിൻ്റെ സകല ചിന്തകളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മഹത്വം കൂടും. മൻ തവാലഅ റഫഅഹുല്ലാ, ഒരാൾ വിനയം കാണിച്ചാൽ അള്ളാഹു അയാൾ ഉയർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ അയാൾ ഇങ്ങനെ ഹൗന് വളരെ ശാന്തതയോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെപ്പോലെ അങ്ങനെ ഒന്നുമല്ലാതെ നടക്കണം എന്നാണോ പറഞ്ഞത്? അതാണോ? അതല്ല. ഹൃദയത്തിൽ ഒരു കുശുമ്പുണ്ടാവാൻ പാടില്ല. ഹൃദയത്തിൽ ഞാൻ തന്നെയാണ് വലിയ ആള്, മറ്റുള്ളവരെക്കാളൊക്കെ ഉഷാർ ഞാനാണ്, ആ ഒരു ചിന്ത, ആ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മൻ തവാല അറഫഅഹുല്ലാ. അതിനൊക്കെ ചില അടയാളങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്. ഒരാളുടെ ഹൃദയത്തിൽ കിബറുണ്ടോ എന്ന് പരിശോധിക്കാൻ ചില അടയാളങ്ങൾ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയോ? രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കാൻ, രണ്ടാളുകൾ തമ്മിൽ എന്തോ ഒരു വിഷയത്തിൽ തർക്കിക്കാൻ, തർക്കം ഇങ്ങനെ മൂത്തു, ഇത് ചിലരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ അതിൽ ഒരാൾക്ക് ബോധ്യപ്പെട്ടു, ഞാൻ പറഞ്ഞതല്ല ശരി, എൻ്റെ എതിരാളി പറഞ്ഞതാണ് ശരി. എതിരാളിയുടെ നാവിലൂടെ സത്യമായിട്ട് വെളിവായി ഇയാൾക്ക് ബോധ്യപ്പെട്ടു അതന്നെയാണ് സത്യം. പക്ഷെ അയാൾ മനസ്സ് പറയാണ്, ഇനി എന്തായാലും സമ്മതിച്ചു കൊടുക്കണ്ട, ഏതായാലും വാദിച്ചല്ലോ, തർക്കിക്കുകയാണല്ലോ, പലരും ഇത് കേട്ടല്ലോ, ഇനി ശരി അതാണെങ്കിലും സമ്മതിച്ചു കൊടുക്കണ്ട, ഞാൻ പറഞ്ഞതന്നെയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് സത്യം ബോധ്യപ്പെട്ടിട്ടും ആ നിലയിൽ ഒരാൾ പറയുന്നുവെങ്കിൽ അത് അയാളുടെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നതിൻ്റെ അടയാളാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമ്മളൊക്കെ പലപ്പോഴും ചെറിയ വിഷയത്തിലും വലിയ വിഷയത്തിലൊക്കെ എന്ത് ചെയ്യും? തർക്കിക്കാറുണ്ടല്ലോ. വീട്ടിലുള്ളവരുമായിട്ട് തർക്കിക്കും, മക്കളുമായിട്ട് ചിലപ്പോൾ തർക്കിക്കും, ഭർത്താവുമായിട്ട് തർക്കിക്കും, കൂട്ടുകാരന്മാരായിട്ട് തർക്കിക്കും. അങ്ങനെ എല്ലാ വിഷയത്തിലും തർക്കങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ തർക്കം ഇങ്ങനെ മൂത്ത സമയത്ത് നമുക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞത് ശരിയല്ല, ശരി അവർ പറഞ്ഞതാണ്, പക്ഷെ ഇനിയിപ്പോൾ സമ്മതിച്ചു കൊടുത്താൽ ഞാൻ തോറ്റുപോകുമല്ലോ, അതുകൊണ്ട് വിട്ടുകൊടുക്കാതിരിക്കുക. ഈ വിട്ടുകൊടുക്കാതിരിക്കുന്ന സ്വഭാവം എങ്ങനെങ്കിലുമൊക്കെ ന്യായീകരിക്കുക. നമ്മൾ പറയും ചെയ്യുമല്ലോ, വീണുകൊടുത്തേർന്ന് ഉരുളണ്ട, അതൊരു ഉരുളലാന്ന് പറയുമല്ലോ. ആ സ്വഭാവം ഒരാളുടെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നതിൻ്റെ അലാമത്താണെന്ന് ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അതുപോലെ ഒരാൾക്ക് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകണം, അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, ഞാനിപ്പോൾ എങ്ങനെ അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുക, ഞാൻ വലിയ അവർകളല്ലേ, ഞാനിപ്പോൾ ഈ കപ്പയും ഈ ഉള്ളിയും ഇതൊക്കെ വാങ്ങിയിട്ട് ഈ കൈ തൂക്കി പിടിച്ചിട്ട് എങ്ങനെ വീട്ടിലേക്ക് പോവുക? അവനാൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ അവനാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരാൾക്കൊരു മോശത്തരം തോന്നിയാൽ അത് അവൻ്റെ ഹൃദയത്തിൽ കിബറുണ്ട് എന്നതിൻ്റെ അടയാളാണ്. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളുമായി പോവുകയാണ്. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങളാണോ ഈ വസ്തുക്കളൊക്കെയുമായി വീട്ടിലേക്ക് പോകുന്നത്? ഞാനത് വീട്ടിലേക്ക് എത്തിച്ചു തരാം നബിയേ. ഉടനെ ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അബൂ ഹുറൈറ, സാഹിബുശ്ശൈഇ അഹഖു ബിഹി, നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്, ഇത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്, അതിനേറ്റവും അർഹതയുള്ളയാൾ ഞാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും എല്ലാ അർത്ഥത്തിലുമുള്ള കിബ്റുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുഅ്മിനേ,
അങ്ങനെയുള്ള ഗുണം നമ്മളിൽ ഉണ്ടായാൽ വാനലോകത്ത് മലക്കുകൾക്കിടയിൽ പോലും ചർച്ച ചെയ്യുന്നവരിൽ നമ്മൾ പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഒരിക്കൽ മുത്തുനബിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇരുന്ന് വഹിയിൻ്റെ സംസാരങ്ങൾ നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങളും മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് കയറി വന്നു മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഒന്ന് റളിയല്ലാഹു ചൊല്ലിക്കോളൂ, ചില്ലറക്കാരനല്ല. അബൂ ദർറുൽ ഗിഫാരി തങ്ങൾ ആ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ ഫഖാമ ജിബ്രീലു, എഴുന്നേറ്റ് നിന്ന് അബൂ ദർറുൽ ഗിഫാരി തങ്ങൾ ആദരിച്ചു. ആര്? നബി തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരിടത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരുമില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് ചില വിഷയങ്ങൾ ചോദിക്കുന്നു, റസൂലുള്ള മറുപടി കൊടുക്കുന്നു. റസൂലുള്ള ജിബ്രീലിനോട് ചോദിക്കുന്നു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കുന്നു. അതിനിടയിലാണ് അങ്ങോട്ട് ആര് കയറി വരുന്നത്? മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഉടനെ ഫഖാമ ജിബ്രീൽ, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രമല്ല, മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയേ ഹാദാ അബൂ ദർറുൽ ഗിഫാരി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ നോക്കിയാണ് നിങ്ങൾ, ആരാണ് ഈ വരുന്നത്? അബൂ ദർറുൽ ഗിഫാരി തങ്ങളാണല്ലോ കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മുത്തുനബി ചോദിക്കുന്നുണ്ട്, അവ തഅരിഫുഹു യാ ജിബ്രീൽ അലൈഹിസ്സലാം. ഹല്ല ജിബ്രീൽ, നിങ്ങൾക്ക് അബൂ ദർറുൽ ഗിഫാരിയെ അറിയോ? നിങ്ങൾ ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ട് അഭിസംബോധനം ചെയ്തല്ലോ. ആ തഅരിഫുഹു യാ ജിബ്രീൽ, അബൂ ദർറുൽ ഗിഫാരിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, അറിയോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിങ്ങനെയാണ്, നബിയെ അറിയോന്നോ? അബൂ ദർറുൽ ഗിഫാരി തങ്ങളെ അറിയുമോ എന്നോ? ഹുവ അഷ്ഹറു ഇൻദനാ മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. അബൂ ദർറുൽ ഗിഫാരി തങ്ങൾ ഞങ്ങൾക്കിടയിൽ, വാനലോകത്തെ മാലാകമാർക്കിടയിൽ നിങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ പ്രശസ്തിയും പ്രസിദ്ധിയും സ്ഥാനവും മാനവുമുള്ള ആളാണെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ ഇപ്പം പറഞ്ഞത്? അല്ല ജിബ്രീലേ, നിങ്ങൾക്ക് അബൂ ദർറുൽ ഗിഫാരിയെ അറിയോന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, നല്ല ചോദ്യം, അബൂ ദർറുൽ ഗിഫാരി തങ്ങൾ അറിയോന്നോ? ഹുവ അഷ്ഹറു ഇൻദന മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. നബിയെ നിങ്ങൾക്കിടയിൽ, സഹാബികൾക്കിടയിൽ അബൂ ദർറുൽ ഗിഫാരി തങ്ങൾക്കുള്ളതിനേക്കാൾ സ്ഥാനവും മാനവും പ്രശസ്തിയും പ്രസിദ്ധിയും ഞങ്ങൾക്കിടയിൽ, മലക്കുകൾക്കിടയിൽ ഈ മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കുറിച്ചു ഞങ്ങൾ പറയാത്ത ദിനരാത്രങ്ങളില്ല. വാനലോകത്തെ മനുഷ്യൻ ചർച്ച ചെയ്യപ്പെടാത്ത ദിവസമില്ല. സുബ്ഹാനല്ലാഹ്. ഇതും കൂടെ കേൾക്കേണ്ട താമസം റസൂലുള്ളാന്റെ അത്ഭുതം കൂടി. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലേ, ബിമാനാല ഹാദിഹിൽ ഫളീല. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ, ഇതൊരു ചെറിയ സംഗതിയല്ലല്ലോ. ഒരു മനുഷ്യൻ ദിവസവും മലക്കുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുക എന്നത് അത്ര ചെറിയൊരു സംഗതി അല്ലല്ലോ. ഈ ഉന്നതമായ ദറജ അദ്ദേഹത്തിനു ലഭിച്ചതെങ്ങനെയാണ്?
ഈ വലിയ ഒരു സ്ഥാനത്ത് അബൂദറുൽ ഗിഫാരി തങ്ങൾ എത്തിയതെങ്ങനെയാണ്? അതിന് സഹോദരി, രണ്ടു കാര്യമാണ് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തത്. നബിയേ ബിസ്നതൈനി യാ റസൂലല്ലാഹ്. രണ്ട് ഗുണങ്ങൾ ഈ മനുഷ്യനിലുണ്ട്. അതുകൊണ്ടാണ് വാനലോകത്ത് മലക്കുകൾക്കിടയിൽ പോലും ഈ മനുഷ്യൻ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഞാനത് പറയാം. ആ 2 ഗുണങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളും ശ്രമിക്കണം. ഇപ്പം മലക്കുകൾക്കിടയിലൊക്കെ നമ്മളെ ചർച്ച ചെയ്യുക, നമ്മളെക്കുറിച്ച് പറയുക, മലക്കുകൾ നമ്മുടെ കാവൽക്കാരായി മാറുക, നമ്മൾ താമസിക്കുന്ന വീടിന് മലക്കുകളുടെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ കാവല് കിട്ടുക, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് മാലാഖമാരുടെ കാവല് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയ സംഗതി അല്ലല്ലോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മലക്കുകളുടെ ഒരു സംരക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല, അത് വലിയ സംഗതിയാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മുമ്പൊരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, തലയിൽ കൈവച്ചിട്ട് സുബഹിക്ക് ശേഷം ലൗ അൻസൽനെ ഓതിക്കഴിഞ്ഞാൽ മലക്കുകളുടെ സംരക്ഷണം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ പറഞ്ഞിട്ടില്ലേ? എല്ലാ ദിവസവും റഹ്മത്തിൻ്റെ മലക്കുകളുടെ സംരക്ഷണം കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് എന്ത് ചെയ്യാന്നറിയോ? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ ദുആവും ദിക്റുണ്ടല്ലോ, ആ സുബഹി നിസ്കാരത്തിൻ്റെ സ്പെഷ്യൽ ദിക്റുകൾ ദുആ, അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇരുന്നോടത്തിരുന്നിട്ട് തന്നെ വലത് കൈ ഒന്ന് എന്ത് ചെയ്യുക? തലയിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 3 തവണ أعوذ بالله السميع العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم أعوذ بالله السميع العليم من الشيطان الرجيم ഇങ്ങനെ ചൊല്ലുക. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നൾരിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഇതൊരാൾ ഒരു പ്രഭാതത്തിൽ ചൊല്ലിയാൽ അന്ന് വൈകുന്നേരം വരെ വക്കലല്ലാഹു ബിഹി 70,000 മലക്കാ, 70,000 മാലാഖമാരെ അയാളുടെ സംരക്ഷണത്തിനായി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പടച്ച റബ്ബ് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. എന്നാൽ ഞാനൊരു കാര്യങ്ങളോട് പറയാണ്, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ഭയങ്കര മാറ്റം ഉണ്ടാവും. 1-2 ദിവസം ചെയ്യൽ കൊണ്ട് അതിൻ്റെ ഫലമൊന്നും അറിയില്ല. അതങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, അള്ളാഹുവേ ശൈത്താനിൽ നിന്ന് രക്ഷ കിട്ടാൻ മാലാഖമാരുടെ ഒരു സംരക്ഷണത്തിൻ്റെ ആ ഒരു കൃത്യമായ ഒരു ബോധ്യം നമുക്ക് വരും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വലിയ സംഗതിയാണ്. നമ്മുടെ ആ വിളയിലൊക്കെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ കോളേജിലും നമ്മുടെ സ്ഥാപനത്തിലൊക്കെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആ മക്കളൊക്കെ ഇതാണ്ട് ചൊല്ലാതെ അവിടുന്ന് തലയിൽ കൈവെക്കും, വലത് കൈ തലയിൽ വെക്കും. എന്തേ അതിന് കാരണം? എന്താ? ഹബീബായ നബി തങ്ങൾക്ക് മുഖറബായ മലക്ക് ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ഹശ്ർ ഓതി കൊടുക്കുകയാണ്. അങ്ങനെ ഓതി ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ ഇതങ്ങ് ഓതി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയെ, അൻ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ പ്രഭാതത്തിൽ അതേ പ്രകാരം പ്രദോഷത്തിൽ 3 തവണ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി, പിന്നെ ബിസ്മിൻ ചൊല്ലി, എന്നിട്ടയാൽ ലൗ അൻസൽന മുതൽ അവസാനം വരെ ഓതി ആ സമയത്തയാളുടെ വലത് കൈ തലയിൽ വെക്കുകയും ചെയ്താൽ ഫഇന്നഹു ശിഫാഉം മിൻ കുല്ലി ദാ, അത് എല്ലാ രോഗങ്ങൾക്കും മരുന്നാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സൂറത്തുൽ ഹശ്ർ ഓതാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ സൂറത്തുൽ ഹശ്ർ ഓതി ഈ ആയത്തെത്തിയപ്പോൾ പറഞ്ഞു, ഇബ്നു അബ്ബാസേ ലഅദകാലറസിക, നീ നിന്റെ കൈയൊന്ന് തലയിൽ വെക്ക്, എന്നിട്ട് ലൗ അൻസൽന മുതൽ അവസാനം വരെ ഓതി തീർക്ക്. മരണമില്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അത് പതിവാക്കുന്നത് ശിഫയായി ഭവിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിൻ്റെ അക്ഷരശുദ്ധിയോടുകൂടെയും ആ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതണം. പേരിന് ഓതി തീർത്തിട്ട് കാര്യമല്ല. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില ഘട്ടത്തിലൊക്കെ ചിലവർ 313 യാസീനൊക്കെ നിർച്ചാക്കും. മകളുടെ പ്രസവം ആകെ ആശങ്ക പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഒന്നിരിക്കെ കുട്ടി അല്ലേ തള്ള, രണ്ടിൽ ഒരാളെ കാര്യം അപകടാട്ടോ. അപ്പോൾ വേഗം ഉമ്മ എന്ത് ചെയ്യാണ്, 313 യാസീന് നിർച്ചാക്കി. ഉമ്മ യാസീൻ നിർച്ചാക്കി അങ്ങോട്ട് ഓത്ത് തുടങ്ങി. പടച്ചോനെ എന്താ ഓത്ത്! ആ ഉമ്മാക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെങ്കിലും എത്രയും പെട്ടെന്ന് 313 തീർക്കണം. അതിന് യാസീൻ അൽ ഖുർആനിലൊക്കെ ഉദരം ശരിക്ക് ഒരായത്ത് പോലും സഹിഹാവുന്നില്ല, ഒരായത്ത് പോലും ശരിയായ രൂപത്തിലല്ല. ഖുർആൻ എന്നത് വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഓതിയാൽ അത് ഫലപ്രദമാവില്ല. വറത്തിലിൽ ഖുർആന തർത്തീല, അതിൻ്റെ തജ്വീദ് ഓത്തിൻ്റെ രീതിശാസ്ത്രമുണ്ട്, അതനുസരിച്ച് ഓതുമ്പോഴാണ് ഫലപ്രദമാകുന്നത്. അപ്പം ഈ ലൗ അൻസൽനയും ഓതുന്നത് ആ ഒരു നിലയിലാകുമ്പോഴാണ് അതിൻ്റെ ഫലം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. മാത്രമല്ല വക്കലല്ലാഹു ബിഹി 70 അൽഫ മലക, 70,000 മലക്കുകളെയാണ് അള്ളാഹു അവൻ്റെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നത്. ആ മലക്കുകൾ ഇവന് വേണ്ടി ദുആ ചെയ്യും. മാത്രമല്ല സഹോദര സഹോദരി, ഒരു ദിവസം 70,000 മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് കിട്ടിയാൽ നമ്മുടെ റൂഹ് പിടിക്കാൻ നേരത്തെ പിശാചിന് അങ്ങോട്ട് കടന്നു വരാൻ കഴിയൂല. മരണത്തിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ശൈത്താൻ വലിയ കളി കളിക്കുന്നൊരു ഘട്ടമാണല്ലോ. അള്ളാഹു കാക്കട്ടെ, ആമീൻ പറയും, അള്ളാഹു കാക്കട്ടെ. അഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദര സഹോദരി ശ്രദ്ധിക്കണം. ഹബീബായ നബി തങ്ങൾ പോലും ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പടച്ച റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ നിന്നോട് ഞാനിതാ കാവൽ തേടുകയാണ്, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്, മരണഘട്ടത്തിൽ
പിശാച് എന്നിൽ ആധിപത്യം ചെലുത്തുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നുവെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കാവൽ ചോദിച്ചെങ്കിൽ ആഖിറുസ്സമാന്റെ ചണ്ടികളായ നമ്മളൊക്കെ എത്രത്തോളം ഭയപ്പെടണം. അല്ലാഹു കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു കാക്കട്ടെ. മരണം സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ കരുത്തിൽ നല്ല ഉള്ളോർമ്മയോടുകൂടെ ജീവിതം മുതലായി എന്ന അന്തസ്സോടുകൂടെ ആ മരണം അനുഭവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പം എന്തായാലും ശൈത്താൻ്റെ ഒരു സാന്നിധ്യം ഭയങ്കരമാണ്. പിശാച് പഴപ്പിക്കാൻ വരും. എങ്ങനെ വരും? നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ വരും. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ. മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ ബാപ്പാനോടാണ് ഏറ്റവും വലിയ ഇഷ്ടമെങ്കിൽ ബാപ്പാൻ്റെ രൂപത്തിൽ ആര് വരും? പ്ലീസ് വരും. ഉമ്മാനോടാണ് വലിയ ഇഷ്ടമെങ്കിൽ ഉമ്മയുടെ രൂപത്തിൽ വരും. മരിച്ചുപോയ വല്യമ്മയോട് വലിയ ഇഷ്ടമായിരുന്നു എങ്കിൽ ആ വല്യമ്മയുടെ രൂപത്തിൽ പിശാച് വരും. അങ്ങനെ കണ്ടാവോ? ശൈത്താന് രൂപം മാറി വരാൻ കഴിയോ? ശൈത്താന് രൂപം മാറി വരാൻ കഴിയും. അതന്ധവിശ്വാസമാണോ? അതന്ധവിശ്വാസമല്ല. ബദർ യുദ്ധത്തിൽ പോലും രൂപം മാറി ആര് വന്നിട്ടുണ്ട്? ശൈത്താൻ വന്നിട്ടുണ്ട്. ആർക്കാ നിഷേധിക്കാൻ കഴിയാം? وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ قَالَ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ وَاللَّهُ شَدِيدُ الْعِقَابِ. സഹോദരി, ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയതിനെ കുറിച്ചാണ് ആയത്ത്. അതായത് ശത്രുക്കൾ 1000-ഓളം ആളുകൾ കോപ്പുകുട്ടി ബദറിലെത്തി. യുദ്ധം ചെയ്ത് പെട്ടെന്ന് കഥ കഴിച്ച് തിരിച്ചു പോകാമെന്ന് കരുതിയാണ് അവർ വന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിലെത്തി. യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദിനോട് നമ്മൾ കളിച്ചാൽ ചിലപ്പോൾ പരാജയപ്പെടും. മക്കയിൽ നിന്ന് പലപ്പോഴും അവനെ തകർക്കാനായി പല വിദ്യകളുമായി നമ്മൾ ചെന്നപ്പോൾ അവൻ്റെ ചുമലിൽ നിന്ന് വലിയ ഒട്ടകങ്ങളും സിംഹവും പാമ്പൊക്കെ ഇങ്ങനെ പത്തി വിടർത്തി നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടകം തേറ്റ കാട്ടി നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിന് നിൽക്കണോ, പെട്ടെന്ന് പൊയ്ക്കൂടെ എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. അപ്പം ഇബ്ലീസ് എന്ത് ചെയ്തു എന്നറിയോ? സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിൻ്റെ രൂപത്തിൽ ബദ്രിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ജാഅ ഇബ്ലീസു ഫീ റജുലിൻ മിൻ ബനി മുദ്ലജ് ഫീ സൂറത്തി സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷും. അഥവാ ബനു മുദ്ലജ് ഗോത്രത്തിൻ്റെ നേതാവായ സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിൻ്റെ രൂപത്തിൽ ബദറിൽ ഇബ്ലീസ് വന്നു. അവനും അവൻ്റെ ആളുകളും എന്തായാലും യുദ്ധത്തിനെത്തുന്ന അബൂജഹലിന് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആ സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജോഷുമിനും അവൻ്റെ ഗോത്രമായ ബനു മുദ്ലജ് ഗോത്രക്കാർക്കും യുദ്ധത്തിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ രൂപത്തിൽ അവിടെ ആര് വന്നു? ഇബ്ലീസ് വന്നു എന്ന് മാത്രമല്ല, അബൂജഹലിന്റെ കൈ പിടിച്ചു. ആര് പിടിച്ചു? ഇബ്ലീസ് പിടിച്ചു. എന്നിട്ട് രണാങ്കളത്തിലൂടെ നടക്കുകയാണ്. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. അബൂജഹലിനോട് ഇവൻ പറയുകയാണ്, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ യുദ്ധം ചെയ്യണോ, പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊന്നും ചെവി കൊടുക്കണ്ട. ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയൂല. ശൈത്താൻ അവരുടെ ആ പ്രവർത്തനങ്ങൾ എത്രയോ നല്ലതാണെന്ന് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. ഇന്നെങ്കിലും നമ്മൾ യുദ്ധത്തിന് എത്തിപ്പെട്ടത് നന്നായി. ഇതെന്നോ ഇറങ്ങേണ്ടതായിരുന്നു. ചിലരൊക്കെ ഇപ്പൊ തിരിച്ചു പോണെന്നാ പറയുന്നത്. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. ഇന്ന് മുഹമ്മദിനോ കൂട്ടർക്കോ പോട്ടെ, ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂല. എന്തിനു പേടിക്കണം? വഇന്നീ ജാറുൽ ലക്കും.
ഞാനും എൻ്റെ കുടുംബവുമില്ലേ നിങ്ങളുടെ കൂടെ, ഇന്നത്തോടെ മുഹമ്മദിൻ്റെ കഥ കഴിക്കണം. ഇതും പറഞ്ഞ് അബൂജഹലിൻ്റെ കൈ പിടിച്ച് രണാങ്കളത്തിലൂടെ നടക്കുമ്പോഴാണ് ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ, ഇതാ രണ്ട് സംഘവും ഏറ്റുമുട്ടാനായി. അപ്പോഴാണ് ഫലമ്മാ ഖബല ജിബ്രീലു ഫീ കബ്കുബത്തിൻ മിനൽ മലായിക, ആയിരക്കണക്കിന് മാലാകമാരുടെ അകമ്പടിയോടെ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഇവൻ കയ്യങ്ങ് വലിച്ചൂരി. പേടിച്ചരണ്ട് ഓടി, ഭയങ്കര ഓട്ടം, കരഞ്ഞിട്ട് ഓടി. അപ്പൊ അബൂജഹൽ ചോദിക്കുന്നുണ്ട്, മാലക്കയാ സുറാക്ക തസ്അമു അന്നക ലനാ ജാർ, അല്ല സുറാക്ക, നിനക്കിതെന്തു പറ്റി? കൂടെ നിന്ന് യുദ്ധം ചെയ്ത് മുഹമ്മദിനെയും കൂട്ടരെയും പരാജയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് എന്താ യുദ്ധം തുടങ്ങാൻ നേരത്ത് നീ ഇങ്ങനെ ഒച്ചുണ്ടാക്കി കരഞ്ഞിട്ട് ഓടുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇന്നി അറാമാലറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. എടാ ഇന്നി അറാമാലറൗൻ, നിങ്ങളിപ്പോൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. കാര്യം എന്തൊക്കെയാണെങ്കിലും എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹുവിൻ്റെ ശിക്ഷ കഠിന കഠോരമാണ്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ആദ്യം എൻ്റെ കഥ കഴിക്കുക. കാരണം ഇവന് ശരിക്കാരെ കാണാൻ കഴിയും? ഇബ്ലീസല്ലേ, മലക്കേളവൻ കാണുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് ആദ്യം എൻ്റെ കഥയെ കഴിക്കാന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോടി. ഞാൻ പറഞ്ഞത് ബദർ യുദ്ധത്തിൽ പോലും സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുർഷുമിൻ്റെ രൂപത്തിൽ ആര് വന്നിട്ടുണ്ട്? ഇബ്ലീസ് വന്നിട്ടുണ്ട്. എത്രയോ ഹദീസുണ്ട്. സക്കാത്തിൻ്റെ മുതൽ, ഈത്തപ്പഴം സക്കാത്തിൻ്റെ മുതൽ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് അതിന് കാവൽ നിൽക്കണമെന്ന് പറഞ്ഞു. 3 ദിവസം രാത്രിയിൽ ഒരു കള്ളൻ വന്നു. ആ കള്ളൻ ആരായിരുന്നു? ഇബ്ലീസാണ്. അത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മനുഷ്യരൂപത്തിൽ വന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ മനുഷ്യരൂപത്തിലൊക്കെ വരാൻ ആർക്ക് കഴിയും? ശൈത്താന് കഴിയും. അപ്പം മരിക്കാൻ നേരത്ത് ആ മരണവേദന ഇങ്ങനെ തുടങ്ങി. ഉറപ്പായി പടച്ചോനെ, ഈ വേദന സാധാരണ വേദന അല്ല. അല്ലാഹുവേ, ഈ വേദന സാധാരണ വേദനയല്ല. ഒരുപാട് കാലമായി മരണത്തിൻ്റെ വേദനയെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതെൻ്റെ മരണവേദന തന്നെയാണ്. ഞാൻ മരിക്കുകയാണ്, എൻ്റെ ശ്വാസം നിലക്കുകയാണ്. എന്നിട്ട് ബോധ്യപ്പെടുന്ന ഉറപ്പാകുന്നൊരു സമയം നമുക്കൊക്കെ ഉണ്ടല്ലോ. ആ സമയത്താണ് നമ്മളെ ദുനിയാവുമായിട്ടുള്ള ചിന്തക്കാണ്ട് കഴിഞ്ഞു. പിന്നെ ഏകാന്തതയുടെ ഖബറിനെ കുറിച്ചുള്ള ആലോചന മിന്നിമറിയുകയാണ്. അപ്പോഴാണ് മരിച്ച വല്യമ്മാൻ്റെ രൂപത്തിൽ, അല്ലെ വല്ലിപ്പാൻ്റെ രൂപത്തിൽ, ബാപ്പാൻ്റെ രൂപത്തിൽ, ഉമ്മാൻ്റെ രൂപത്തിൽ ആര് വരികയാണ്? ഇബ്ലീസ് വരികയാണ്. എന്നിട്ട് പറയാ സങ്കടത്തോടെ, മോനെ മോളെ, നീയും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരികയാണല്ലേ, നീയും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരികയാണല്ലോ. മോനെ, ഒരു കാര്യം പറയട്ടെ, നമ്മളിതുവരെ വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ വിശ്വാസം കൊണ്ടൊന്നും അവിടെ രക്ഷപ്പെടൂല. ഇതിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. എൻ്റെ കുട്ടി രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇന്നാലിന്നത് കാര്യത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈമാൻ തെറ്റിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഇത് ശൈത്താനാണെന്ന് തിരിച്ചറിഞ്ഞ് ജിഹാദ് നടത്തണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശൈത്താനോട് ജിഹാദ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളവർക്ക് അവസാന ഘട്ടത്തിലും ജിഹാദ് ചെയ്ത് ശൈത്താനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ദാഹിച്ചിട്ട് തൊണ്ട വരണ്ട ഇടങ്ങാറാവും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആ ദാഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ദാഹമല്ല. ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് നിങ്ങൾക്ക് തോന്നിപ്പോകും വീട്ടിലെ കിണറ്റിലെ വെള്ളം മൊത്തം ഇട്ട് കിട്ടിയെങ്കിൽ കുടിച്ചു തീർക്കാമെന്ന് തോന്നിപ്പോകും. നമുക്ക് കൂടുതൽ കുടിക്കണം, കൂടുതൽ കഴിക്കണം എന്നെപ്പോഴാണ് തോന്നുക? ഭയങ്കര വിശപ്പും ഭയങ്കര ദാഹമൊക്കെ ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ തീരെ നോമ്പ് വെൽക്കാത്ത ഒരാൾ ആദ്യമായിട്ടൊരു നോമ്പ് വെച്ചാൽ 1 മണി 2 മണിയാകുമ്പോൾ ഒക്കെ വിചാരിക്കും, ഒന്ന് മഗ്‌രിബാങ്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു 10-25 പത്തിരിയെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കും.
ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്ന് വിചാരിക്കും. സംഗതി 10 ഗ്ലാസ് വെള്ളം ഒന്നും കുടിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ദാഹത്തിൻ്റെ കാഠിന്യം കൂടുമ്പോൾ കൂടുതൽ കുടിക്കണമെന്ന് തോന്നും. വിശപ്പിൻ്റെ കാഠിന്യം കൂടുമ്പോൾ കൂടുതൽ കഴിക്കണമെന്ന് തോന്നും. എന്നാൽ മരണസമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്നതല്ലാഹുവേ, വീട്ടിലെ കിണറ്റിലെ അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം മൊത്തം കിട്ടിയെങ്കിൽ അത് കുടിച്ച് തീർക്കാമെന്ന് കരുതി പോകുന്ന സാഹചര്യമാണ്. ആ സമയത്താണ് സഹോദരാ സഹോദരി, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാനീയവുമായി പിശാച് കടന്നു വരികയാണ്. എന്നിട്ടവൻ പറയുന്നു, ഇതാ നിനക്കുള്ള വെള്ളവുമായി വന്നതാണ് ഞാൻ, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഈ വെള്ളം ഞാൻ തരണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. അപ്പം ആ ഒരു ദാഹത്തിൻ്റെ അലച്ചയിലായിക്കോട്ടെ, നീ എന്ത് പറഞ്ഞാലും സമ്മതിക്കാമെന്ന് പറഞ്ഞു പോകുന്നൊരവസ്ഥ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. എങ്കിൽ സഹോദരാ സഹോദരി, ഒരാൾ ഒരു ദിവസം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നൾരിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിന് അവൻ്റെ അടുത്തേക്ക് വരാൻ കഴിയാത്ത വിധം റഹ്മത്തിൻ്റെ മാലാകമാരെ കൊണ്ട് അള്ളാഹു കാവൽ നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏത് സൂറത്തിലായി ഈ ആയത്തുള്ളത്? സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ഹശ്ർ. സൂറത്തുൽ വാഖയുടെ തൊട്ട് മുമ്പിലുള്ള സൂറത്താണല്ലോ സൂറത്തുൽ ഹശ്ർ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഒന്നാം മുസാഫ് എടുത്തിട്ട് ഈ സൂറത്ത് ഹശ്റിലെ ലൗ അൻസൽന അത് പതിവാക്കണം. സുബീക്ക് ഷൂദ്, മഗ്രിബിന് ഷൂദ് കുറച്ച് ദിവസം കണ്ട് ചെയ്യുമ്പോൾ കാണാപ്പാടാവും. അത് വലത് കൈ തലയിൽ വെച്ചിട്ട് ഓതിയാൽ ഭയങ്കര ഫലാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എങ്ങാനും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഇങ്ങനെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നല്ല കഴിവുള്ള മിടുക്കന്മാരായ കുട്ടികളൊക്കെ പറ്റാണ്ട് വാടിപ്പോവും. ഒരു നാവ് എന്തെങ്കിലും ഒരു കണ്ണേറോ ഷെറോ ഒക്കെ പിടിപെട്ടാൽ, അല്ലെ മഗ്രിബിൻ്റെ സമയത്തൊക്കെ ഒന്ന് മുറ്റത്തിറങ്ങി ഒന്ന് ഞെട്ടി ഒന്ന് പേടിച്ചു, അങ്ങനെ ഉറക്കത്തിലൊക്കെ ഒരു ഞെട്ടൽ, ഒരു ബേജാറ്, ഉറക്കില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്ക് ആ കൈ തലയിൽ വെച്ചിട്ട് ഈ ലൗ അൻസൽന ഒരു 3 വട്ടം, ശക്തമായ പേടിയുണ്ടെങ്കിൽ ഒരു 7 വട്ടം ആയിട്ട് മന്ത്രിച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഖുർആനല്ലേ, അള്ളാൻ്റെ കലാമല്ലേ, അത് വലിയ പരിഹാരമല്ലേ. ടോർച്ച് നമ്മളെ വീട്ടിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് നമ്മൾ ഇടവഴിക്ക് പോകുമ്പോൾ അടിച്ച് ഉപയോഗിച്ചാലല്ലേ അതുകൊണ്ട് ഫലമുള്ളൂ. ഈ ഖുർആൻ അൽമറയുടെ മുകളിൽ വെച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ, അത് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണ്ടേ. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഈ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ശിഫയാണ്, റഹ്മത്താണ്. എന്നാൽ അതിനെ ഉപയോഗിക്കാതെ മാറ്റി നിർത്തി ദുൽമ് ചെയ്യുന്ന ആളുകൾ, അവർക്കതുകൊണ്ട് പരാജയമാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറയാണ്, റഹ്മത്തിൻ്റെ മലക്കുകളുടെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്തിൽ ഹശ്റിലെ ലൗ അൻസൽന അത് 3 വട്ടം ആദ്യം അങ്ങനെ ചൊല്ലണം എന്നാണ് പറഞ്ഞത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എല്ലാവർക്കും അറിയില്ലേ?
ആ ബില്ലാഹിക്ക് ശേഷം അസ്സമീഉൽ അലീമി എന്നുകൂടി എന്ത് ചെയ്യുക? സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ, അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. അപ്പം അള്ളാഹിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം സലാസ മറാത്ത്. അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് 3 വട്ടം. എന്നിട്ട് ബിസ്മി ചൊല്ലുക. എന്നിട്ട് ലൗ അൻസൽന അവസാനം വരെ ചൊല്ലുക. വലിയ ബറക്കത്താണ്. പടച്ചോനെ റബ്ബേ, അതൊക്കെ ആയുസ്സിൻ്റെ ജീവിതത്തിലൊരു ഭാഗമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. തൗഫീക്ക് തരണേ അല്ലാ. മലക്കുകളുടെ വലിയ സംരക്ഷണം കിട്ടും. ഇപ്പം എന്തേ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹുവിനെ കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഹുവ അഷ്ഹറു ഇൻദന മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. അത് നിങ്ങൾ മറന്നോ? നബി തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് കയറി വന്നത്. ആര്? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ആദരവോടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിനോട് പറയാണ്, ഹാദാ അബൂദർ ഗിഫാരി യാ റസൂലല്ലാഹ്. നബിയെ നോക്കിയാണി ആരാ കടന്നു വന്നത്? നമ്മൾ അബൂദർ ഗിഫാരിയാണല്ലോ. ഭയങ്കര സന്തോഷം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ മനുഷ്യനോട് ഭയങ്കര ഇഷ്ടവും ആദരവും സന്തോഷവും. റസൂലുള്ളാഹി തന്നെ അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. നല്ല ചോദ്യം. അറിയോന്നോ? മലക്കുകൾക്കിടയിൽ വാനലോകത്ത് ഈ മനുഷ്യൻ വലിയ ചർച്ച നബിയെ എന്ന് ഈ മനുഷ്യൻ്റെ മഹത്വം പറയുന്ന പണിയല്ലേ മലക്കുകൾക്കിടയിൽ. നിങ്ങൾക്കിടയിൽ, സഹാബികൾക്കിടയിൽ ഈ മനുഷ്യനുള്ളതിനേക്കാൾ സ്ഥാനവും പ്രശസ്തിയും പ്രസിദ്ധിയും മാനവും ഞങ്ങൾക്കിടയിലുണ്ട്. എല്ലാവർക്കും വലിയ ഇഷ്ടം. അപ്പോഴാണ് ഹബീബായ നബിയുടെ ചോദ്യം, ബിമാനാല ഹാദിഹിൽ ഫളീല യാ ജിബ്രീൽ. എത്ര വലിയ മഹത്വമാണിത്! എങ്ങനെയാണ് ജിബ്രീലെ ഈ സ്ഥാനം അദ്ദേഹത്തിനു ലഭിച്ചത്? ഇനി കേൾക്കണ്ട സഹോദരാ സഹോദരി, അതിന് 2 മറുപടിയാണ്. 2 കാരണങ്ങളാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തത്. ഒന്നെന്താണെന്നറിയോ? ലിസിഗരിഹി ഫീ നഫ്സിഹി. നമ്മൾ കിബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞില്ലേ, അപ്പോഴല്ലേ ഞാൻ അത് പറഞ്ഞു വന്നത്. ലിസിഗരിഹി ഫീ നഫ്സിഹി. ഞാൻ വലിയൊരാളാന്ന് ഈ മനുഷ്യന് ആയുസിൽ ഇതുവരെ തോന്നിയിട്ടില്ല. ഭയങ്കര വിനയം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ റബ്ബേ ചില മനുഷ്യന്മാർ. എത്ര വലിയൊരു ഗുണാണത് ഞങ്ങൾ വിചാരിച്ചത്. ഞാൻ വലിയ ആളാന്ന് തോന്നാതിരിക്കുക, ഞാൻ പരിഗണിക്കപ്പെടേണ്ട ആളാന്ന് തോന്നാതിരിക്കുക, എന്നെ പരിഗണിച്ചില്ല എന്നുള്ള പരാതി പറയാതിരിക്കുക, ഇതൊക്കെ വലിയ ഗുണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ പരിഗണിക്കേണ്ടവരെ നമ്മൾ പരിഗണിക്കണം. അത് നമ്മളെ തവാളുവിൻ്റെ ഭാഗമാണ്. നമ്മുടെ മാതാപിതാക്കളെ നല്ലോണം പരിഗണിക്കണം. അത് വലിയ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഏകദേശം പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും ഈ പരിഗണന ഉണ്ടായാൽ. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊക്കെ പ്രായമാകുമ്പോൾ അവരെ കൂടുതൽ പരിഗണിക്കണം. കാരണം അവരോട് മുമ്പൊക്കെ ചോദിച്ച് ചെയ്തിരുന്ന ചില സംഗതികൾ അവർക്ക് ആ ഏജ് കൂടിയിട്ട് പ്രായമായ സമയത്ത് ചോദിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വേദന മനസ്സിലുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. സാധ്യത ഉണ്ട്. ഇപ്പം ഇന്നലെ കൊണ്ടോട്ടി ക്ലാസ്സിൽ വന്നവർക്കറിയാം, ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ അവിടെ വന്നു. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുട്ടികളുമാരി പൊട്ടി പൊട്ടി കരയാണ്. എന്നാൽ ഇയാളെ ക്ലാസ്സിലൊക്കെ നമ്മളെപ്പോഴും കാണാറുണ്ട്, ക്ലാസ്സിനൊക്കെ വരും. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ ഭയങ്കരമാണ്. ഞാൻ പണ്ട് കുറേ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഗൾഫൊക്കെ നിർത്തി വീട്ടിൽ തന്നെ കഴിയാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കിട്ടണില്ല. കഴിഞ്ഞ റമദാൻ മുതൽ തുടങ്ങിയാണ്. പെണ്ണുങ്ങളും മക്കളും ഒറ്റക്കെട്ടാണ്. എന്തോ ഒരു വെറുപ്പ് എന്നോട് അവർക്ക് കുടുങ്ങിയതുപോലെ. ഞാൻ പള്ളിയിൽ പോകുന്നത് സുബൈക്ക് ബാങ്ക് കൊടുക്കാൻ ഞാൻ പള്ളിയിൽ പോകും. അതെനിക്ക് ഒരു വലിയ റാഹത്താണ്. പക്ഷെ അവർക്കിഷ്ടമല്ല. ക്ലാസ്സിന് വരുന്ന അവർക്കിഷ്ടമല്ല. ഒരു നല്ല കാര്യത്തിന് ഞാൻ പോകണം അവർക്കിഷ്ടമല്ല. എന്താണെന്നറിയില്ല, എന്നെ ആകെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ കണ്ട് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ദീനിൻ്റെ ഒരു ശാഖ പോലും എൻ്റെ പെണ്ണുങ്ങളിലും കുട്ടികളിലും ഇല്ല. ഒരു കാര്യം എന്നോടൊരു അഭിപ്രായം ചോദിക്കൂല. ഞാൻ ആ ഒരു കാര്യത്തിൽ വലിയ സങ്കടത്തിലാണ്. എന്നിട്ട് അവസാനം ഒരു വാക്ക് പറഞ്ഞു, നമുക്കങ്ങനെ മരിക്കാൻ പറ്റൂലല്ലോ, പറ്റുകയാണെങ്കിൽ ഞാൻ മരിക്കുമായിരുന്നു.
സ്വാഭാവികമായും പ്രായം അങ്ങനെ കൂടി വരുമ്പോൾ അവരെ നമ്മൾ പരിഗണിക്കണം. നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് സന്തോഷത്തോടെ സമ്മതം വാങ്ങണം, പറയാതെ പോകരുത്. അവർക്ക് നമ്മൾ വലിയ പ്രാധാന്യവും പരിഗണനയും കൊടുക്കണം. അത് നമ്മളെ തവാളുവിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ, ഉസ്താദുമാരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരിൽ പലരും ഖബറിൽ എത്തി പഠിച്ചവനെ ഖബർ അള്ളാഹു അവർക്ക് സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഏതായാലും അബൂ ദർ ഗിഫാരി തങ്ങൾക്കൊരിക്കൽ പോലും ഞാൻ പരിഗണിക്കപ്പെടേണ്ട ഒരാളാന്ന് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാരണം കേൾക്കണോ നബിയേ? വബികസറത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. നിങ്ങൾക്കിടയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഏറ്റവും കൂടുതൽ ഓതുന്ന മനുഷ്യൻ ഈ അബൂ ദറുൽ ഗിഫാരിയാണ് എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്തിനാ ഈ കാരണം പറഞ്ഞത്? വാനലോകത്ത് മലക്കുകൾക്കിടയിൽ പോലും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണേ ഒന്ന് ഭയങ്കര വിനയം, കിബിറിൻ്റെ ഒരു അണുമണിത്തൂക്കം പോലും ഖബറിലില്ല. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് വബികസറത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്ന മനുഷ്യൻ ഈ അബൂ ദറുൽ ഗിഫാരിയാണെന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവേ, ആ ഒരു ഗുണവും പടച്ച റബ്ബ് നമുക്കൊക്കെയും നൽകട്ടെ. ഒന്ന് ശ്രമിച്ചാൽ നല്ലതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ ഒരാൾ ഓതിയാൽ ഫകഅന്നമാ ഖറഅൽ ഖുർആന കുല്ലഹ്. 3 തവണ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ 1 തവണ ഖത്മ് തീർത്തതുപോലെയായി. അത്രയും പ്രാധാന്യമുള്ള ഖുർആന്റെ 1/3 വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണത്. അല്ലാഹുവേ, നീ വർദ്ധിപ്പിക്കാൻ തൗഫീക്ക് തരണേ പടച്ചോനെ, തൗഫീക്ക് തരണേ റബ്ബേ. ആ സൂറത്തിനോട് ശരിക്കൊരു മഹബത്ത് ഉണ്ടാവുകയും അത് ആവുന്നത് പോലെ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മതി. ആ സൂറത്ത് നമ്മളെ നിയന്ത്രിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ സൂറത്തിനെ അതിരറ്റ് സ്നേഹിച്ചൊരു സഹാബിയോട് റസൂലുള്ള വർണ്ണങ്ങൾ കേട്ടില്ലേ? എന്താ മുത്തുനബി പറഞ്ഞത്? എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാ, ഓഹോ എങ്കിൽ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലക്കൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രവേശിപ്പിക്കും എന്നല്ല, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലക്കൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, എന്താ ആ സൂറത്തിനോടുള്ള ഇഷ്ടം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞത്? ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൂറത്ത്, ധാരാളം അത് ഓതും. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് അയാളെ നിയന്ത്രിച്ച് ഒരു തിന്മയിലേക്കും പോവാതെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്, അത് ഉറപ്പായി പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിയാരാ? മസ്ജിദുൽ ഖുബായിൽ റസൂലുള്ള ഇമാമായി നിർണയിച്ചു കൊടുത്ത സഹാബിയാണ്. മസ്ജിദുൽ ഖുബായിൽ പോയവരില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? മസ്ജിദുൽ ഖുബായിൽ മിഹ്റാബിൻ്റെ ഏറ്റവും മുകളിൽ എഴുതി വെച്ചത് എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലേ? മസ്ജിദുൽ ഖുബായിൽ പോയാൽ കാണാം, ആ മസ്ജിദുൽ ഖുബായിൽ മദീനയിലെ ആദ്യത്തെ പള്ളിയാണത്. ആ മിഹ്റാബിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ്. പിന്നൊരായത്താണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന ആ ആയത്തും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. കാരണം ഈ ആയത്തിറങ്ങിയത് ഈ പള്ളിയുടെ വിഷയത്തിലാണ്. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട പള്ളി എന്ന പള്ളി, അത് ഈ പള്ളിയെക്കുറിച്ച് പറഞ്ഞതാണ്. പിന്നൊരു ഹദീസ് എഴുതി വച്ചിട്ടുണ്ട്, മൻ തതഖറ മിൻ ബൈതിഹി, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഒളോക്കെടുത്ത് ശുദ്ധിയായി പിന്നെ ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ
ഫകഅന്നമ അമ്മറബി, എൻ്റെ കൂടെ ഒരു ഉംറ ചെയ്തതുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിഹ്റാബിൻ്റെ ഏറ്റവും മുകളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ്. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ മസ്ജിദിൽ ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ കഴിഞ്ഞ് വരുമ്പോൾ ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയതും അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയതും ആദ്യത്തെ മദീനയിലെ പള്ളി മസ്ജിദുൽ ഖുബാ ആണ്. ആ പള്ളി റസൂലുള്ള പിന്നെ മസ്ജിദുൻ നബവിയിലേക്ക് പോയി. അപ്പോൾ ഈ പള്ളിയിൽ ഒരു ഇമാമിനെ നിർണയിച്ചു കൊടുത്തു. കേൾക്കണേ, ആ ഇമാമ് വകാന ഔറഉഹും വഅത്ഖാഹും വഅഅലഹും ബിൽ കിതാബി വസുന്ന. വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, വലിയ സൂക്ഷ്മതയുള്ള ആളാണ്. എന്നാലോ റസൂലുള്ള നിർണയിച്ചു കൊടുത്ത ആളും കൂടിയാണ്. അപ്പം അതുകൊണ്ട് സഹാബികൾക്കൊക്കെ അദ്ദേഹത്തോട് വലിയ ആദരവാണ്, ബഹുമാനാണ്. പക്ഷേ ആ സഹാബിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സാധാരണ പോലെ ഒരു സൂറത്ത് ഓതിയിട്ട് പിന്നെ റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കൂടെ ഓതും. എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദും കൂടെ എക്സ്ട്രാ ഓതാതെ റുക്കൂയിലേക്ക് പോവില്ല. മനസ്സിലായില്ലേ? നമ്മളൊക്കെ സാധാരണ ഫാത്തിഹ ഓതും, പിന്നെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയിട്ട് എന്ത് ചെയ്യും? റുക്കൂയിലേക്ക് പോകും. ഈ മനുഷ്യൻ ഫാത്തിഹ ഓതും, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതും, പിന്നെന്തോതും? ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അപ്പോൾ അവിടെ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താപ്പത്, റസൂലുള്ളാഹിൻ്റെ കൂടെ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഖുൽ ഹുവല്ലാഹു അഹദ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് ഒഴിവാക്കിയിട്ട് നിസ്കരിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഇമാമാക്കിക്കോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. കാരണം ഈ ഇമാമിനെ നിർണയിച്ചു കൊടുത്തതാരാ? ആനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമിനെ നിർണയിച്ചു കൊടുത്തത്. എല്ലാ ശനിയാഴ്ചയും മുത്ത് റസൂലി പള്ളിയിലേക്ക് വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്ന പതിവുണ്ട്. അങ്ങനെ സഹാബിമാര് റസൂലുള്ള വരാൻ കാത്തിരുന്നു. ഹബീബായ നബി തങ്ങൾ പിറ്റത്തെ ശനിയാഴ്ച പള്ളിയിലെത്തി 2 റക്അത്ത് നിസ്കരിച്ചു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹാബികൾ നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് നിർണയിച്ചു തന്ന ഇമാം അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാഹത്തുള്ള ഇമാമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളൊരു സൂറത്ത് എല്ലാ റക്അത്തിലും ഇങ്ങനെ എക്സ്ട്രാ ഓതുന്നുണ്ട്, അതൊഴിവാക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ മൂപ്പരയിന് തയ്യാറല്ല. നിങ്ങളൊന്ന് വിളിച്ചു പറയണം നബിയെ എന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ ആ സഹാബിയെ വിളിച്ചു. ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പരാതി കിട്ടി. എല്ലാ റക്അത്തിലും സാധാരണ പോലെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതിയതിന് ശേഷം ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് നിങ്ങൾ ഓതുന്നുവെന്നതാണ് പരാതി. എന്താണ് നിങ്ങളങ്ങനെ ഓതുന്നത്? അതെന്തേ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? ഉടനെ ഫബക്കാ ബുകാഅൻ ശദീദാ, കൊച്ചുകുട്ടിയെപ്പോലെ അയാളിങ്ങനെ തേങ്ങി തേങ്ങി കരയുകയാണ്. എന്നിട്ട് മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ എന്നോട് ആ സൂറത്ത് ഒഴിവാക്കാൻ പറയുകയാണോ? ഖുൽ ഹുവല്ലാഹു അഹദില്ലാത്ത നിസ്കാരം നിർവഹിക്കാനാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? നബിയെ, അതെനിക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുണ്ട്. ലിഅന്നീ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. എന്തേ കാര്യമെന്നറിയോ? ആ സൂറത്തിനോട് എനിക്ക് അത്രയും വലിയ ഇഷ്ടാ നബിയെ. ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ. കാരണം അത് യജമാനനായ റബ്ബിൻ്റെ സിഫത്തുകളാണതിൽ. ദുനിയാവിൻ്റെ ഒരു കാര്യവും ആ സൂറത്തിലില്ല, ആഖിറത്തിൻ്റെ ഒരു കാര്യവും ആ സൂറത്തിലില്ല. ഭൂലോകത്തുള്ള സൃഷ്ടികളെക്കുറിച്ചൊന്നുമേ ആ സൂറത്തിൽ പരാമർശമില്ല. അതിലുള്ളത് മുഴുവനും അഖിലാണ്ട കടാകത്തിൻ്റെ അധിപനായ റബ്ബിനെ കുറിച്ചാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്
ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതുകൊണ്ട് ആ സൂറത്തിനോട് എനിക്ക് അടങ്ങാത്ത ഇഷ്ടാ നബിയെ, അതൊഴിവാക്കാൻ നിങ്ങൾ എന്നോട് പറയുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അത്രയും സഹാബികൾക്കിടയിൽ വെച്ച് മുത്തുനബി അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടമുണ്ടല്ലോ, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അതിനോടൊരു ഹുബ്ബ് നമ്മളെ കൽബിലിട്ട് തരട്ടെ. ദിവസവും ആവുന്നത്ര അത് വർദ്ധിപ്പിക്കണം. നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ ഒരു 100 തവണയെങ്കിലും ദിവസം സുഖമായിട്ട് ഓതിക്കൂടെ? കഴിയൂലേ? ഒറ്റ ഇരുത്തത്തിൽ ഓതി തീർക്കണമെന്നില്ലല്ലോ. ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് ളുഹ്റാന്നതിന് മുമ്പ് ഒരു 20 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാനുള്ള സമയം നമുക്ക് കിട്ടൂലേ? 20 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ ഒരു 2-3 മിനിറ്റ് പോരെ? മതി, കുറഞ്ഞ സമയം. ളുഹർ കഴിഞ്ഞ് അസ്റാന്നതിന് മുമ്പ് ഒരു 20 ഖുൽ ഹുവല്ലാഹു അഹദ്, അസ്ർ കഴിഞ്ഞ് മഗ്രിബ് ആകുന്നതിന് മുമ്പ് ഒരു 20 ഖുൽ ഹുവല്ലാഹു, മഗ്രിബ് കഴിഞ്ഞ് ഇശ ആകുന്നതിന് മുമ്പ് ഒരു 20 ഖുൽ ഹുവല്ലാഹു, ഇശ കഴിഞ്ഞ് സുബ്ഹി ആകുന്നതിന് മുമ്പ് ഒരു 20 ഖുൽ ഹുവല്ലാഹു. അപ്പോൾ ദിവസത്തിൽ എത്രയായി? അടച്ചോനെ, അതിന് കാൽക്കുലേറ്റർ എടുക്കണോ? അപ്പോൾ ദിവസത്തിൽ 100 ഖുൽ ഹുവല്ലാഹു അഹദ്. അതെല്ലാ ദിവസവും നമ്മൾ ഓതി വരികയാണെങ്കിൽ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ മാത്രം ഉണ്ടാവും. അതെല്ലാ ദിവസവും 100 തവണ ഓതുന്ന മനുഷ്യൻ്റെ നന്മയും തിന്മയും തൂക്കുമ്പോൾ ആ നന്മയുടെ ഭാരം തൂങ്ങാൻ ഇത് മതിയാവും. ഒന്ന് നിയ്യത്ത് ചെയ്തോളൂ, വലിയ മുതൽക്കൂട്ടാവും, വലിയ മുതൽക്കൂട്ടാവും. അങ്ങനെ പതിവാക്കി വരുമ്പോൾ മനസ്സിന് ഭയങ്കര റാഹത്ത് കിട്ടും. ഞാൻ ഈ അടുത്ത് വയനാട്ടിലേക്ക് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടിവാരത്ത് നിസ്കരിക്കാൻ ഇറങ്ങി. നിസ്കരിച്ചിറങ്ങി ഇവിടെ വരുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പ്രായമുള്ളൊരു മനുഷ്യനെ എൻ്റെ കൈ പിടിച്ചു. ഉസ്താദ്, എന്നും നിങ്ങൾ ഓർക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എനിക്കറിയില്ല, മൂപ്പര് പരിചയമില്ല, എന്താ എന്നെ ഓർക്കാൻ കാരണം എന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു 11 കൊല്ലം മുമ്പ് ഇവിടെ ഒരു വയലു പറയാൻ വന്നിരുന്നു, ഓർമ്മ ഉണ്ടോ ചോദിച്ചു. ഇവിടെ മുമ്പൊരു വയലു പറയാൻ വന്നിരുന്നുണ്ട്, ഓർമ്മ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ അന്ന് നിയ്യത്ത് ചെയ്തതാണ് എല്ലാ ദിവസവും 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്. ഞാനതൊരു 3-4 മാസം അങ്ങനെ ഓതി. പിന്നെ എനിക്ക് 100 കൊണ്ട് മതിയാവണില്ല. പിന്നെ എനിക്കത് 200 ആക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? 200 ആക്കി. അതിൽ ഒരു 100 എണ്ണം നിസ്കാരത്തിലാണ് ഓതാറ്. സുബഹിയുടെ മുമ്പ് നിസ്കാരത്തിൽ ഓതും. ഇപ്പം അൽഹംദുലില്ലാ ഞാൻ 200 വിട്ടു, 300 തവണ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാറുണ്ട്. നിങ്ങളെ കണ്ടപ്പോൾ ആ സന്തോഷം ഒന്ന് പറഞ്ഞതാണ്. മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടാനത് മതിയാവും. അള്ളാഹു ആ സഹോദരനിൽ നിന്ന് അതൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, വയല് കുറേ കേട്ട് പോകൽ കൊണ്ട് മാത്രമായില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം ഇട്ട് വരണമെങ്കിൽ, അതായത് നമ്മൾ ഒഴിവായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നൊരു ദുശ്ശീലം അതാണ്ട് ഒഴിവാവാൻ ഇങ്ങനെയുള്ള ചില ദിക്റുകളും ചില സൂറത്തുകളും നമുക്ക് മുതൽക്കൂട്ടാവും. ഇപ്പം ചില ആളുകളൊക്കെ പറയും ചില സ്വഭാവം അതൊന്നും ഒഴിവാക്കണം എന്നുണ്ട്, പക്ഷേ അത് ശീലിച്ചുകൊണ്ട് ഒഴിവാക്കാൻ കഴിയണില്ല. നന്നാവണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ചിലപ്പോൾ 1-2 ദിവസം 3-4 ദിവസം കണ്ട് നന്നാവും, നേരത്തിന് നിസ്കരിക്കും, എല്ലാ കാര്യങ്ങളും ഉഷാറായിക്കാരും. പിന്നെയും എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് അത് നിയന്ത്രിച്ച് കുറച്ച് മുന്നോട്ട് പോയാൽ 1 മാസം അതൊന്ന് ചെയ്തു നോക്കൂ, വല്ലാത്തൊരു റാഹത്തുണ്ടാവും, വല്ലാത്തൊരു റാഹത്തുണ്ടാവും. മുഅ്മിനെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാൻ്റെ റസൂലിൻ്റെ സ്വഹീഹായ ഹദീസല്ലേ, 3 തവണ ഓതിയാൽ 1 തവണ ഖത്മ് തീർത്തതുപോലെയാണെന്ന്. അപ്പം 100 വട്ടം ഓതിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ 30 തവണ ഖത്മ് തീർത്ത കൂലിയല്ലേ. എങ്ങനെ നമ്മൾ അള്ളാഹു പരിഗണിക്കാതിരിക്കുക? അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിൻ്റെ ഫളായിലൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് പറയാണ്ട്. അപ്പം ഇന്നത്തെ ഒരു മജ്ലിസിൽ 2 കാര്യം ഞാൻ നിങ്ങളോട് പ്രധാനമായും പതിവാക്കാൻ പറഞ്ഞു. 1, ദിവസവും ഒരു 100
സൂറത്തുൽ ഇഖ്ലാസ് ഇന്ന് നിയ്യത്ത് ചെയ്യല്ലേ? നിങ്ങൾക്ക് ബേജാറുണ്ടോ? അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ഓതാൻ. ഇപ്പം തന്നെ മറന്നോ? ലൗ അൻസൽന. അതൊക്കെ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ സംഗതിയാണ്. പക്ഷേ ഫലോ വലിയ ഫലങ്ങളാണ്. പക്ഷെ അതിനൊക്കെ തൗഫീക്ക് വേണം. വയല് പറഞ്ഞതുകൊണ്ടും വയല് കേട്ടതുകൊണ്ടും മാത്രം അതൊന്നും ദായിമാക്കാൻ തൗഫീക്ക് കിട്ടണമെന്നില്ല. അള്ളാഹു ആ തൗഫീക്ക് നമുക്ക് തരട്ടെ. അള്ളാഹു ആ തൗഫീക്കുള്ളവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. അങ്ങനെ നമ്മളൊക്കെ പതിവാക്കാൻ തുടങ്ങിയാൽ ഈ വയല് പറഞ്ഞ മുതലായി, ഈ മജ്ലിസ് മുതലായി. ഇത് സംഘടിപ്പിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ഇതുകൊണ്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ വലിയൊരു ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഒരു മനുഷ്യനെ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ വലിയ ജീവകാരുണ്യമൊന്നും വേറൊന്നുമില്ല. അതാ നിലയിലാവണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം പ്രിയപ്പെട്ടവരെ. അപ്പം അള്ളാഹു എല്ലാ അഭിവൃദ്ധിയും സന്തോഷവും നമുക്ക് തരും. അപ്പം നമ്മളെക്കൊണ്ട് പലർക്കും ഉപകാരം ഉണ്ടാവും, നമ്മളെക്കൊണ്ട് പലർക്കും റാഹത്ത് കിട്ടും. അപ്പോൾ ഈ ഭൗതികമായ ജീവകാരുണ്യ പ്രവർത്തനത്തിലും നമ്മളാൽ കഴിയുന്ന നിലയിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്, ഇബാദുർ റഹ്മാൻ ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിൻ്റെ യഥാർത്ഥ റഹ്മത്തിന് അർഹരായ അടിമകൾ അവര് ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്തവർ തർക്കത്തിന് വന്നാൽ ഒരു തർക്കത്തിനും നിൽക്കാതെ സലാം പറഞ്ഞവരൊഴിവാകും. ഇന്നിപ്പോൾ സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നം തർക്കാണ്. എല്ലാത്തിലും തർക്കങ്ങൾ. അള്ളാഹു കാക്കട്ടെ. രാഷ്ട്രീയപരമായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ തർക്കം, സംഘടനാപരമായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ തർക്കം. ഈ തർക്കങ്ങൾ അവസാനം തകർച്ചയിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. തർക്കത്തിൽ നിന്ന് മാറി തർക്കിക്കുന്നവരോട് സലാം പറഞ്ഞു ഒഴിഞ്ഞു മാറുക എന്നത് റഹ്മാനായ റബ്ബിൻ്റെ ആ റഹ്മത്തിന് അർഹരായ ഇബാദിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. നീ തൗഫീഖ് നൽകണേ റബ്ബേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ രക്ഷയും എല്ലാ റാഹത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് കൊണ്ടൊക്കെ റബ്ബേ ദുനിയാവിനേക്കാൾ ആഖിറത്തിൽ ഞങ്ങൾക്ക് സന്തോഷിക്കണം. അതിനുള്ളൊരു തൗഫീക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റബ്ബേ. പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവരെ ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടാകും. ആ മങ്കൂസ് മൗലീദിലെ ആദ്യത്തെ ബൈത്ത് അതിൻ്റെ ജവാബുമൊന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹ് എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും സജീവമായി ഈ ബൈത്തിൽ പങ്കാളികളാവുക. ചില മഹാന്മാരൊക്കെ ഈ ബൈത്ത് ചൊല്ലി നടത്തുന്ന ദുആക്ക് ഇജാബത്തുണ്ടാകും. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ആ നിലയിൽ ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അതിലൊന്ന് സജീവമായിട്ട് പങ്കെടുക്കുക. അള്ളാഹു മുത്ത് റസൂലിനെ മദ്ഹ് ചെയ്യുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസിൽ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة الشافيع الأبطحي أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة أنت منجينا غدا
من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة وسلام على الرسول إننا نرجو إليك في حولك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة وسلام على الرسول شفاعة هب لنا في القيامة مشفقا وهلنا الله يا سيدي خير النبي الصلاة الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة الشفيع الأبطاهي والحبيب العربي അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബിനെ മദ്ഹ് ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിജയങ്ങളും രണ്ട് വീട്ടിലും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജാലിസിൽ അള്ളാഹുവെ ഈ മജ്ലിസിന് നീ ഉൾപ്പെടുത്തണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആവുന്നത് പോലെയൊക്കെ സംഭാവനകളൊക്കെ നൽകി ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ഭക്ഷണം നൽകുന്നവർ, അതിലേക്ക് അരിയും സംഭാവനകളും നൽകുന്നവർ, ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് നല്ല നിലയിൽ ഇത് മുന്നോട്ട് പോകാൻ ആവശ്യമായ നിലയിൽ സഹായങ്ങൾ ചെയ്തവർ, അള്ളാഹുവെ പ്രത്യേകിച്ചതൊക്കെ നടത്താൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർമ്മോത്സുകരായ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകർ, എല്ലാ ഖൈറും നീ നൽകണേ റബ്ബേ. എല്ലാ സന്തോഷങ്ങളും നൽകണേ റബ്ബേ. ദുനിയവിയും മുഹ്റവിയുമായ വിജയത്തിന് ഇത് കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ മജ്ലിസ് ഇതുപോലെ ആദ്യത്തെ ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നടക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രചാരകരായി ഈ നന്മയിലേക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. നാളെ ബുധനാഴ്ചയാണ്. വിളയിൽ പറപ്പൂരി തീങ്ങാനയിൽ മജ്ലിസുന്നൂറും പ്രാർത്ഥനാ സംഘവുമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് മുഅ്മിനീങ്ങൾ സംഗമിക്കുന്ന ഏറെ അനുഗ്രഹീതമായൊരു മജ്ലിസാണത്. കഴിയുന്നവരൊക്കെ സംബന്ധിക്കുക. എല്ലാ തിങ്കളാഴ്ചയും കൊണ്ടോട്ടി സുന്നി മഹലിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പ്രാർത്ഥനാ മജ്ലിസ്, ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ ആഖിറത്തിലേക്കുള്ള ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. ആ നിലയിൽ മുഅ്മിനീങ്ങളെ കഴിയുന്നവരൊക്കെ സംബന്ധിക്കുക. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റബ്ബേ. മുത്തറസൂലിൻ്റെ പേരിൽ ഒരു 11 സ്വലാത്തും കൂടെ ചൊല്ലി ആ ഹളറത്തിലേക്ക് അത് ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. എത്രയോ ആളുകൾ ആ മക്കത്തുൽ മുക്കറമ ഒന്ന് കാണാൻ കൊതിക്കുന്നവരുണ്ട്, മദീനത്തുൽ മുനവ്വറയിലൊന്നെത്താൻ കൊതിക്കുന്നവരുണ്ട്. സാമ്പത്തികമായി അവരിൽ പലരും വളരെ പിന്നിലാണ്. പക്ഷേ പടച്ചോനെ, ആ കാര്യം പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയുന്നവരുണ്ട്. നിലപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു സഹോദരൻ എനിക്കൊരു പാസ്പോർട്ട് കൊണ്ട് തന്നു. റബീഉൽ അവ്വൽ ഉംറക്ക് പോകുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് വരാൻ ആഗ്രഹമുണ്ട്. വർഷങ്ങളായി ആടിനെ നോക്കിയിട്ട്
അവളിങ്ങനെ എടുത്തു വെക്കുന്ന ആ ഒരു ക്യാഷാണ് ഉംറയ്ക്ക് വേണ്ടി കരുതി വെച്ച ക്യാഷ്. അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു പൂതിയാണ്, വരുമാനമാർഗം വേറൊന്നുമില്ല. അങ്ങനെയൊക്കെ കൊതിച്ചിരിക്കുന്നവർ റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ ആ പുണ്യനാട്ടിലെത്താൻ തൗഫീക്ക് നൽകട്ടെ. ഹറമിലെത്തി സുജൂദിൽ കിടന്ന് കണ്ണീരോടുകൂടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് തിരിച്ചു വരണം. അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഹറമിൽ നിന്നൊരു ഖത്മെങ്കിലും തീർക്കാൻ, അങ്ങനെ 1,00,000 ഖത്മ് തീർത്ത കൂലിയുമായി സന്തോഷത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതൊക്കെ നിയ്യത്ത് ചെയ്ത് ചൊല്ലി മുഅ്മിനീങ്ങളെ ഒരു 11 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇതുകൊണ്ടൊക്കെ എല്ലാ ഖൈറും നമുക്ക് നൽകട്ടെ. ഇപ്പം നമ്മുടെയൊക്കെ കയ്യിലേക്ക് ആ ഭക്ഷണത്തിൻ്റെ പൊതിയെത്തി. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനം പ്രവർത്തനം ഉണ്ടല്ലോ. പടച്ചോനെ അതിനൊക്കെ സഹകരിക്കുന്ന ഓരോരുത്തർക്കും നീ ബറക്കത്ത് നൽകണേ റബ്ബേ. എല്ലാ ഖൈറും അവർക്ക് നൽകണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് റാഹത്തുള്ള ജോലി നൽകണേ റബ്ബേ. കടങ്ങളുള്ളവർക്ക് ഖൈറായി നിൽക്കത് വീട്ടാനൊരു വഴി എളുപ്പാക്കണേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് ഏറ്റവും നല്ല റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണേ റബ്ബേ. ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൈൽ, അതേപ്രകാരം മുസ്തഫ സാഹിബ്, അള്ളാഹു എല്ലാവർക്കും എല്ലാ ബറക്കത്തും നൽകട്ടെ. മുഅ്മിനീങ്ങളെ കയ്യൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. അള്ളാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين. فإذا أردت بعبادك فتنة فقبلنا إليك غير مفتونين. اللهم إنا نعوذ بك من الهم والحزن. اللهم إنا نعوذ بك من الهم والحزن. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم إنا نعوذ بك من علم لا ينفع
ومن قلب لا يخشع ومن نفس لا تشبع ومن عين لا تدمع ومن دعاء لا يسمع ومن دعوة لا يستجاب لها اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثارنا على من ظلمنا فانصرنا على من عادانا اللهم ادفع عنا وعن أهلنا وعن بيوتنا وعن محلتنا وعن مجالسنا وعن مساجدنا وعن مدارسنا شر الظالمين وشر الحاسدين وشر اللائنين وشر الساهرين وشر المفتنين وشر المفسدين وشر الشياطين وشر كل ذي شر يا ذا الجلال والإكرام نرميهم بلا حول ولا قوة إلا بالله العلي العظيم وبلا إله إلا أنت سبحانك إني كنت من الظالمين وبسلام قولا من رب رحيم ഈ തേട്ടം കബൂലാക്കണേ റബ്ബേ, ഇജാബത്ത് നൽകണേ റബ്ബേ, രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ, ദോഷങ്ങൾ മാപ്പാക്കണമേ റബ്ബേ, ഞങ്ങളെ കണ്ണിൻ്റെ കാഴ്ചശക്തി മരണം വരെ ഹൈറായ നിലയിൽ നിലനിർത്തണേ റബ്ബേ, കേൾവിശക്തി നിലനിർത്തണേ റബ്ബേ, ഓരോ അവയവത്തിൻ്റെയും നിഅമത്തുകൾ നിലനിർത്തണമേ റബ്ബേ. അല്ലാഹുവേ, സകല ബ്ലോക്കുകളും നാഡിനരമ്പിലും മറ്റുമുള്ള ബ്ലോക്കുകളൊക്കെയും നീ നീക്കണമേ റബ്ബേ. ഞങ്ങളെ ഹാർട്ടിൻ്റെ തകരാറുകളുണ്ടെങ്കിൽ പരിഹരിക്കണമേ അല്ലാ, കിഡ്നിയുടെ തകരാറുകൾ പരിഹരിക്കണമേ അല്ലാ, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പരിഹരിക്കണമേ റബ്ബേ. ഊരവേദനയും കാലുവേദനയും കൈകാലുകളുടെ തരിപ്പും കടച്ചിലുമൊക്കെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്. യാ അല്ലാ, നീയാണ് ഷാഫി അല്ലാ, നീയാണ് മുആഫി അല്ലാ, നീ കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഖൈറുള്ള മക്കളാക്കണേ അല്ലാ, ദീനും ദുനിയാവുമുള്ള മക്കളാക്കണേ അല്ലാ, പഠനത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, നന്മയുടെ കൂടെ നിൽക്കാൻ തൗഫീഖ് നൽകണമേ അല്ലാ, എല്ലാ ചതികളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും കൂട്ടുകെട്ടിൻ്റെ കേടുകളിൽ നിന്നും അവരെ നീ കാക്കണമേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണേ അല്ലാ, പഠനം കഴിഞ്ഞ് ജോലിയാവാതെ വിഷമിക്കുന്നവർക്ക് റാഹത്തുള്ള ജോലി നൽകണേ അല്ലാ, വിദേശത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിനെയൊക്കെ അതിരറ്റ് സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ നീ സ്നേഹിക്കണേ റബ്ബേ. അല്ലാഹുവേ റബ്ബേ, മരണപ്പെട്ട പലരുടെ കാര്യത്തിലും പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. ഈ സന്തോഷം അവരുടെ ഖബറിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കണേ അല്ലാ. ഖബർ അവർക്കൊക്കെയും നീ റാഹത്താക്കണേ അല്ലാ. ഞങ്ങളും പോകേണ്ടവരാണല്ലോ. ഈ കൂട്ടത്തിൽ ഇനി ആരുടെ മയ്യത്താണ് ആദ്യമായി ഖബറിലേക്ക് എടുത്ത് വെക്കുക എന്ന് നിനക്കറിയുമല്ലോ. അല്ലാഹുവേ, ഖബർ ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ പടച്ചോനെ, സന്തോഷാക്കണേ റബ്ബേ. പാമ്പുകൾ കൊണ്ട്, തേളുകൾ കൊണ്ട്, തീനാളങ്ങളെ കൊണ്ട്, പുഴുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നൊരു ഖബർ ഞങ്ങൾക്ക് തരരുതേ റബ്ബേ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിന്റെ സാബിക്കായ ഖളായിൽ നീ നരകമാണ് വിധിച്ചതെങ്കിൽ
അല്ലാഹുവേ ഈ മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് അവരുടെ ആമീൻ്റെ ഫദ്ല് കൊണ്ട് ആ തീരുമാനമൊന്നും മാറ്റണേ പടച്ചോനെ. നിൻ്റെ റഹ്മത്ത് കൊണ്ട് സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ചയില്ലാതെ ഫിർദൗസ് നൽകണേ അല്ലാ. അതിനുള്ള കാരണമായി ആമീൻ കബൂലാക്കണേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നടത്തുമ്പോൾ അതിനൊക്കെ എല്ലാ സപ്പോർട്ടും ചെയ്തിവിടെ നിലനിൽക്കുന്ന ഈ ഉമറാക്കൾ മദ്രസയുടെയും മഹല്ലിൻ്റെയും ഒക്കെ പ്രസിഡന്റുമാരടക്കം അല്ലാഹുവേ എല്ലാ ഇസ്സത്തും റാഹത്തും അവർക്കൊക്കെയും നീ നൽകണേ അല്ലാ. ഈ കൂട്ടായ്മ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് എല്ലാ സന്തോഷത്തിനും ഒരു നിമിത്തമാക്കണേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.